ഈ കഴുത്തുവേദന വളരെ സാധാരണയായിട്ടുള്ള ഒരു രോഗമായി മാറിയിട്ടുണ്ടല്ലേ നമ്മുടെ ഇടയിൽ. സ്വാഭാവികമാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഒത്തിരി ദൂരം വണ്ടി ഓടിക്കേണ്ടി വരും, പ്രത്യേകിച്ച് കാറൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കസേരയിലൊക്കെ ഒത്തിരി സമയം ഇരിക്കേണ്ടി വരും. ഇങ്ങനെ എന്ത് കാരണം കൊണ്ടായാലും കഴുത്തുവേദന സ്വാഭാവികമായി ഉണ്ടാകാവുന്നതേ ഉള്ളൂ. കഴുത്തുവേദനയുടെ കാരണങ്ങൾ വിവിധങ്ങളാണ്. നമ്മുടെ കഴുത്തിലെ കശേരുക്കൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, കഴുത്തിലുണ്ടാകുന്ന സ്പോണ്ടിലോസിസ് പോലെയുള്ള അവസ്ഥകൾ, ഡിസ്കിൻ്റെ പ്രൊലാപ്സുകൾ, കഴുത്തിലെ ഡിസ്കിൻ്റെ പ്രൊലാപ്സുകൾ, അതുപോലെ അവിടുത്തെ മസിൽസിനുണ്ടാകുന്ന സ്ട്രെയിൻ, അവിടുത്തെ ലിഗമെൻസിനുണ്ടാകുന്ന വിവിധ കണ്ടീഷനുകൾ. ഇങ്ങനെ വെറുതെ നീരിറങ്ങിയാലും കഴുത്തുവേദന ഉണ്ടാകാം അല്ലേ. അങ്ങനെ ഈ കഴുത്തുവേദന സാധാരണഗതിയിൽ പൊതുവെ രാവിലെ എണീക്കുമ്പോൾ കഴുത്ത് അനക്കാൻ പറ്റാത്തവർ ചിലപ്പോൾ പെട്ടെന്ന് കഴുത്തുവേദന ഉണ്ടാവുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. രാവിലെ എണീക്കുമ്പോൾ കഴുത്ത് തിരിക്കാൻ മേല, പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ മേലാതെ ഇങ്ങനെ പിടിക്കേണ്ടി വരിക, തിരിക്കുമ്പോഴത്തേക്കും കടുത്ത വേദന, ഓച്ചി പിടിക്കുന്ന പോലത്തെ വേദന, ചിലപ്പോൾ വേദന കൈകളിലേക്ക് വരുന്നുണ്ടാകാം, രാത്രിയിൽ കിടക്കാൻ മേലാത്ത വേദന, കഴുത്ത് താഴോട്ട് മുട്ടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയോടുകൂടിയാണ് പലപ്പോഴും കഴുത്തുവേദന ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ കഴുത്തുവേദനയുടെ ഒട്ടുമിക്കവാറുമുള്ള കാരണങ്ങൾ വളരെ സിമ്പിളായിരിക്കും. ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ മസിൽസിന് എന്തെങ്കിലും സ്ട്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ അവിടെ ചെറിയ നീർക്കെട്ടായിരിക്കാം, ചിലപ്പം അവിടുത്തെ മസിൽസിനുണ്ടാകുന്ന സ്പാസം ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെറിയ റീസൺ ആയിരിക്കാം. ഏത് തന്നെയായാലും കാരണങ്ങൾ എന്ത് തന്നെയായാലും ആയുർവേദത്തിൽ അതിന് കൃത്യമായ ചികിത്സ ലഭ്യമാണ്. ശ്രീരുദ്രയിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ വേദന അത് ഏത് തന്നെയാകട്ടെ അതിനെ കൃത്യമായി അസസ് ചെയ്യുകയും അതിനുള്ള കൃത്യമായ ചികിത്സ നൽകുകയും ചെയ്യും. ശ്രീരുദ്രയിലേക്ക് വരാൻ കഴുത്തുവേദനയെ മറക്കാം.